ഗുരുഭൂതരെ, അഭിമന്യരെ, വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കന്മാരെ, സന്യസ്തരെ, കുടുംബാംഗങ്ങളെ, സഹോദരീ സഹോദരങ്ങളെ, പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലി സാഘോഷം ഓർമ്മിക്കുന്ന ഈ വേളയിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ഞങ്ങളുടെ വത്സലപിതാവിനെയും രോഗാവസ്ഥയിലായിരിക്കുന്ന മാതാവിനെയും കുടപ്പിറപ്പുകളായ ജ്യേഷ്ഠനെയും അനുജനെയും പെങ്ങളെയും മറ്റു കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും 1987 CMI സന്യാസ സഭയിലേക്ക് കൂട്ടുകൂടുവാൻ എന്നെ സഹായിച്ച ജോഷി കൈതക്കുളങ്ങരയച്ചൻ, അന്നത്തെ പ്രൊഫഷണൽ അച്ഛനും ഇന്ന് പാലാ ആശ്രമാധിപനുമായ ജെയിംസ് നരൂഖലച്ചൻ, ബഹുമാനപ്പെട്ട ജെയിംസ് ഹേർത്തേലച്ചൻ, ബഹുമാനപ്പെട്ട പ്രൊഫഷണൽ അച്ഛന്മാർ, ഇപ്പോഴത്തെ പ്രൊഫഷണൽ അച്ഛൻ എബ്രാഹിം വെട്ടിയാങ്കലച്ചൻ, ബഹുമാനപ്പെട്ട കൗൺസിൽ അച്ഛന്മാർ, മാസ്റ്റർ അച്ഛന്മാർ, പ്രത്യേകിച്ച് ധർമാരാം കോളേജിൽ തിയോളജി മാസ്റ്ററായിരുന്ന യശസ്വരീരനായ പോൾ കല്ലുവീട്ടിലച്ചൻ, തിരുപ്പട്ടം നൽകിയ ഞങ്ങളെ പൗരോഹിത്യത്തിലേക്ക് ആനയിച്ച ദിവംഗതനായ മാർ എമ്മാനുവൽ പോത്തനാമുഴി പിതാവ് തുടങ്ങി ഇന്നോളം സഹായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ശ്രേഷ്ഠ വൈദിക CMI കൂടപ്പിറപ്പുകൾ, ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സ്, കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, ബന്ധുമിത്രാദികൾ, അഭ്യുതകാംക്ഷികൾ, സിൽവർ ജൂബിലി ആഘോഷിക്കുവാൻ മുൻകൈയെടുത്ത സെൻറ്റ് ജോസഫ് മോണസ്ട്രിയിലെ ബഹുമാനയുടെ വൈദികർ, ബ്രദേഴ്സ്, കോളേജിലെ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങി എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ ശുശ്രൂഷയിൽ എൻ്റെ കൂടെ നിന്ന എല്ലാ സുമനസ്സുകളോടുമുള്ള ഹൃദയം നിറഞ്ഞ കടപ്പാടറിയിക്കുന്നു. എൻ്റെ ഈ 25 വർഷക്കാലയളവിലെ ദൈവാനുഗ്രഹപ്രദമായ നിമിഷങ്ങൾ പ്രിയപ്പെട്ടവരായ നിങ്ങളുമായി സസന്തോഷം പങ്കുവയ്ക്കുന്നു. തുടർന്നും പ്രാർത്ഥിക്കണമേ. അതിരമ്പുഴ പുതുശ്ശേരിയിൽ PK ദേവസ്യ ബ്രിജിത്ത ദമ്പതികളുടെ രണ്ടാമത്തെ മകനായി തോമസ് സെബാസ്റ്റ്യൻ 1968 ഏപ്രിൽ 19 ജനിച്ചു. അതിരമ്പുഴ സെൻറ്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മാന്നാനം KE കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കി. CMI സഭയിൽ സന്യാസ വൈദികനാകണമെന്ന ആഗ്രഹത്താൽ 1987 ജൂൺ മാസം പൂഞ്ഞാർ യോഗാർത്ഥി ഭവനിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. ഒരു വർഷത്തെ പരിശീലനത്തിന് ശേഷം ആന്ധ്രാപ്രദേശിലുള്ള മൺചെരിയാലയിലെ നവസന്യാസ ഭവനത്തിൽ നൊവിഷ്യേറ്റ് കഴിഞ്ഞ് 1990 മാർച്ച് 19 ആദ്യ വ്രതം അനുഷ്ഠിച്ചു. തുടർന്ന് മഹാരാഷ്ട്രയിലെ വർധയിലുള്ള ദർശന ഫിലോസേറ്റിൽ BPH തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കി. 1992-93 കാലയളവിൽ അഹമ്മദാബാദിലുള്ള സെൻറ്റ് സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗുജറാത്തി പഠനം നടത്തി. തുടർന്ന് 1993-96 കാലഘട്ടത്തിൽ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നിന്നും BCom ഡിഗ്രി പഠനം പൂർത്തിയാക്കി. ഗുജറാത്തിലെ വെരാവലിലുള്ള സെൻറ്റ് മേരീസ് സ്കൂളിൽ റീജൻസി നടത്തി. പിന്നീട് ധർമാരാം കോളേജിലെ ധർമാരാം വിദ്യാക്ഷേത്രത്തിൽ BTH പഠനം പൂർത്തിയാക്കി. മഹാജൂബിലി വർഷമായ 2000 ആണ്ട് ഡിസംബർ മാസം 28 കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക്സ് കത്തീഡ്രലിൽ വെച്ച് അഭിവന്യ മാനന്തവാടി രൂപത അധ്യക്ഷൻ അഭിവന്യ മാർ ഇമ്മാനുവേൽ പോത്താനാമൂഴി പിതാവിൽ നിന്നും മറ്റ് 10 ശംശാനമാരോടൊപ്പം തിരുപ്പട്ടം സ്വീകരിച്ചു. ഡിസംബർ 31 അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പ്രഥമ ബലി അർപ്പിച്ചു. തുടർന്ന് 2001 മുതൽ മുടിയൂർക്കര തിരുക്കുടുംബ ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായി 1 വർഷത്തേക്ക് നിയമിതനായതിനോടൊപ്പം KE കോളേജിൽ MCOMന് ചേർന്ന് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 2003 മുതൽ 2005 വരെ കാലയളവിൽ പുതുപ്പള്ളി സെൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്തു. തുടർന്ന് തിരുവനന്തപുരം നെല്ലിമൂട് ന്യൂ BEd കോളേജിൽ നിന്നും BEd കരസ്ഥമാക്കി. ഉപരിപഠനത്തിന് ശേഷം കൂത്താട്ടുകുളം മേരിഗിരി പബ്ലിക് സ്കൂളിൽ ഹയർ സെക്കൻഡറി അധ്യാപകനായും അതോടൊപ്പം സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ, ബോർഡിംഗ് റെക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2008 ഏപ്രിൽ മാസം മുതൽ 2020 ഒക്ടോബർ വരെ അക്ഷരനഗരിയായ കോട്ടയത്തിൻ്റെ തിലകക്കുറിയായ ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും ദർശന അക്കാദമിയുടെയും ഡയറക്ടറായി പ്രവർത്തിച്ചു.
അക്കാലയളവിൽ കലാ, സാംസ്കാരിക, സാഹിത്യ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അക്ഷരനഗരിക്ക് മുൻപൊരിക്കലും അനുഭവവേദ്യമല്ലാതിരുന്ന ആയിരക്കണക്കിന് പ്രസാധകരും ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുമായി സാഹിത്യ പുസ്തകോത്സവം ദർശന അന്താരാഷ്ട്ര പുസ്തകോത്സവമായി വിപുലപ്പെടുത്തി എല്ലാ വർഷവും സംഘടിപ്പിച്ചു. 2010 കൊമേഴ്സിൽ എംഫിൽ പഠനം പൂർത്തിയാക്കി. 2011 ഫെബ്രുവരി മാസം 18 ദർശനയുടെ രജത ജൂബിലി ആഘോഷ സമാപനം ഇന്ത്യയുടെ മിസൈൽ മാനും മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം ഉദ്ഘാടനം ചെയ്തു. ജ്ഞാനപീഠം അവാർഡ് ജേതാവ് ശ്രീ ONV കുറുപ്പ് തുടങ്ങി വിവിധ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് വേദി സമ്പന്നമായിരുന്നു. 2014-17 കാലയളവിൽ CMI കോട്ടയം സെന്റ് ജോസഫ് പ്രൊവിൻഷ്യേറ്റ് വിദ്യാഭ്യാസ കൗൺസിലറായും പ്രവർത്തിച്ചു. 2014 ഹൈറേഞ്ചിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വികസനത്തിന് നാഴികക്കല്ലായ പുളിയന്മല ക്രൈസ്റ്റ് കോളേജ് ആരംഭിക്കുകയും ചെയ്തു. 2015 കോട്ടയം ശാസ്ത്രി റോഡിലുള്ള ദർശന സാംസ്കാരിക കേന്ദ്രം ആധുനികവൽക്കരിക്കുന്നതിനും നാഗമ്പടത്തുള്ള ദർശന അക്കാഡമിയുടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും അത്യധ്വാനം ചെയ്തു. 2015 മെയ് 30 കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ദർശനയുടെ നാഗമ്പടം എൻട്രൻസ് അക്കാഡമിയുടെ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. ഈ കാലയളവിൽ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരിശീലനത്തിന് മുഖ്യ വഴികാട്ടിയായി ദർശന അക്കാഡമി മാറി. രണ്ടായിരത്തി 20-23 കാലഘട്ടത്തിൽ കൊച്ചിയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ചാവറ കൾച്ചറൽ സെൻറ്റർ, ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട്, ചാവറ മാട്രിമോണി എന്നിവയുടെ ഡയറക്ടറായി നിയമിതനായി. കോവിഡ് മഹാമാരി സംഹാരതാണ്ഡവമാടിയ സമയങ്ങളിൽ സമൂഹത്തിന് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ വഴി സഹായങ്ങൾ എത്തിക്കുന്നതിന് നേതൃത്വം നൽകി. 2023 ചാവറ കൾച്ചറൽ സെൻറ്ററിൻ്റെ സുവർണ ജൂബിലി കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. തലമുറകളുടെ ഗുരുനാഥനായ പ്രൊഫസർ MK സാനു അടക്കം കലാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത വേദി ചാവറയുടെ പ്രൗഢിയും പാരമ്പര്യവും വിളിച്ചോതി. രണ്ടായിരത്തി 23 മുതൽ മൂലമറ്റം സെന്റ് ജോസഫ് ആശ്രമത്തിൻ്റെ പ്രയോർ, സെന്റ് ജോസഫ് കോളേജ് ഓട്ടോണമസിൻ്റെ ലോക്കൽ മാനേജർ, സെന്റ് ജോസഫ് അക്കാഡമിയുടെ ഡയറക്ടർ എന്നീ സ്ഥാനങ്ങളിൽ ശുശ്രൂഷ ചെയ്തു വരുന്നു. അക്കാഡമിയും കോളേജും ആധുനികവൽക്കരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. അക്കാഡമിക് രംഗത്തെ മികവിൻ്റെ അടയാളമായി 2025 മാർച്ച് മാസം ഭാരതിയാർ സർവകലാശാലയിൽ നിന്നും കൊമേഴ്സിൽ PhD കരസ്ഥമാക്കി. KCB റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുര്യൻ സെബാസ്റ്റ്യൻ, SHHSS തേവര അധ്യാപകൻ ജോയി സെബാസ്റ്റ്യൻ, ഷൈനി സെബാസ്റ്റ്യൻ UK എന്നിവർ സഹോദരി സഹോദരന്മാരാണ്. എനിക്കേറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ തോമസ് പുതുശ്ശേരി അച്ഛൻ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ വൃത്തിയുടെ രഥ ജൂബിലിയിലേക്ക് കടക്കുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. കോട്ടയത്ത് അക്ഷരനഗരിയുടെ തിരുനെറ്റിയിലെ ഒരു തിലകക്കുറിയായി പ്രവർത്തിക്കുന്ന സങ്കേതമാണ് ദർശന സാംസ്കാരിക കേന്ദ്രം. ആ ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി അച്ഛൻ കോട്ടയത്ത് പ്രവർത്തിക്കുന്ന കാലഘട്ടത്താണ് അച്ഛനുമായി കൂടുതൽ അടുത്തിടപെടാനും നിരവധി പരിപാടികൾ അച്ഛനോടൊപ്പം പങ്കെടുക്കാനും ആ വലിയ പ്രവർത്തനങ്ങളെ നോക്കിക്കാണാനുമെല്ലാം അവസരമുണ്ടായിരുന്നു. അച്ഛൻ
ദർശന അക്കാദമിയുടെ ഡയറക്ടറായിരുന്നുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉന്നതസ്ഥാനീയരായി മാറാൻ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സേവനദൃഷ്ടിയോടുകൂടി ഇടപെടലും ഒട്ടനവധി വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തി അത്തരം സ്ഥാനങ്ങളിലെത്തിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അച്ഛൻ്റെ ആ കാലഘട്ടത്തിലെ പ്രവർത്തന രംഗത്ത് അച്ഛനുമായി ഇടപെട്ടിട്ടുള്ളവർക്കൊക്കെ ഒരിക്കലും വിട്ടുപിരിയാനാവാത്ത സൗഹൃദം തീർത്തുകൊണ്ടാണ് അച്ഛൻ ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലായ്പ്പോഴും ഏർപ്പെട്ടിട്ടുള്ളത്. കോട്ടയത്ത് തിരുനക്കരയുടെ തിരുനെറ്റിയിലെ ഒരു നിലവുക്കുറിയായി നിലകൊള്ളുന്ന ദർശന സാംസ്കാരിക കേന്ദ്രത്തിൽ വൈവിധ്യങ്ങളായ പരിപാടികൾ അവതരിപ്പിക്കാനും സാംസ്കാരിക കേന്ദ്രത്തിൽ അനവധി സാംസ്കാരിക നായകന്മാരെ കൊണ്ടുവരാനും പ്രഗത്ഭരും പ്രശസ്തരും പ്രതിഭാശാലികളുമായ ഒട്ടനവധി വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യവും സമ്പർക്കവും അവരുടെ സംഭാഷണവുമെല്ലാം അക്ഷരനഗരിക്ക് പ്രദാനം ചെയ്യാൻ ദർശന സാംസ്കാരിക കേന്ദ്രം വഴി അച്ഛൻ ഒരുക്കിയ അവസരങ്ങളും ഒരിക്കലും മറക്കാനാവാത്തതാണ്. അത്തരത്തിൽ എല്ലായ്പ്പോഴും നിറഞ്ഞ സന്തോഷത്തോടെ സൗഹൃദത്തോടെ അദ്ദേഹം ദർശന സാംസ്കാരിക കേന്ദ്രത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അക്ഷരനഗരിക്ക് നൽകിയ വിലപ്പെട്ട സംഭാവനകൾ കാലവും ചരിത്രമുള്ള ഒരു കാലം മറക്കില്ല എന്ന കാര്യം എടുത്തു പറയട്ടെ. അച്ഛൻ ഇവിടുന്ന് യാത്രയായി പോകുമ്പോൾ വളരെ വിഷമത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറ്റം ഞങ്ങൾ കണ്ടത്. പിന്നീട് അദ്ദേഹം എറണാകുളത്ത് ചാവറ കൾച്ചറൽ സെൻ്ററിൽ പോയി പ്രവർത്തിക്കുമ്പോഴും അവിടെ പോയി ചില പരിപാടികൾ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം മൂലമറ്റത്ത് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അച്ഛൻ്റെ പ്രവൃത്തികൾ മൂലം ഈ സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ പല ഘട്ടങ്ങളിൽ ലഭിക്കാനും ഇപ്പോഴും വിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം തന്നെ ആത്മീയ ചൈതന്യത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് വിശ്വാസി സമൂഹത്തെ ആനയിക്കുന്നത് പോലെ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ വിവിധ മേഖലകൾ ഇടപെട്ടുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കാനും സഹായിക്കാനും മനസ്സ് കാട്ടുന്ന സേവനതൃഷ്ണയോടെ സംസ്കാര സമ്പന്നതയോടെ പ്രവർത്തിക്കുന്ന അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അച്ഛൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. പുതുശ്ശേരി അച്ഛൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ അച്ഛനെക്കുറിച്ചൊന്ന് ഓർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം തോന്നുന്നു. അച്ഛനെ പരിചയപ്പെടുന്നത് കോട്ടയത്തെ ദർശന അക്കാദമിയുടെ ദർശന സാംസ്കാരിക കേന്ദ്രത്തിന് ഡയറക്ടറായിരിക്കുന്ന സമയത്താണ്. ഒരുപക്ഷെ കോട്ടയത്തെ മാത്രമല്ല കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ സംരംഭമായി ദർശന അക്കാദമിയുടെയും സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും എല്ലാം വളർച്ച ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഒരു നേർക്കാഴ്ചയായിരുന്നു. മാത്രമല്ല അദ്ദേഹം എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്ന പുസ്തകമേള, അതിൻ്റെ വിവിധ ചടങ്ങുകൾ അത് ഏറെ ശ്രദ്ധേയമാക്കി എന്നുള്ളത് ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചവർക്കൊക്കെ ഒരു ഉത്സവ പദ്ധതി ജനിക്കുന്ന സംഭവബഹുലമായ മാറ്റങ്ങളിലൂടെയാണ് അതിന് എല്ലാ വർഷവും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അതിന് കഴിഞ്ഞിട്ടുള്ളത്. ദർശനയുടെ ജൂബിലി വേളയിൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ, അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ള ഒന്നാണ്. അതിനുള്ള ഡെഡിക്കേഷൻ മാത്രമല്ല, അത്തരത്തിൽ ഒരു വ്യക്തിയെ ഇവിടെ എത്തിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം, അതിലൂടെ കിട്ടിയ പുതിയ മാനം തേടിയുള്ള യാത്ര, ഇതെല്ലാം വലിയ സവിശേഷതയാർന്നൊരു കാര്യമാണ്. മാത്രമല്ല അക്കാലത്ത് എൻട്രൻസ് കോച്ചിങ്, കുട്ടികളൊക്കെ വളരെ ചെറിയ ഫീസിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമം ദർശനയുടെ ഒരു പുതിയ സംരംഭം എന്നതിനേക്കാൾ ഉപരി ആയിരക്കണക്കിന് കുട്ടികൾക്ക് പ്രചോദനമായി എന്നുള്ളത് ചെറിയ കാര്യമല്ല. കട്ടപ്പനയിലും എന്നെ സംബന്ധിച്ചിടത്തോളം ദർശന അക്കാദമി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അച്ഛൻ്റെ സഹായങ്ങളും ആ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ഇത്തരത്തിൽ ഓർക്കുകയാണ്. അപ്പോൾ ആ നിലയിലെല്ലാം പുതുശ്ശേരി അച്ഛൻ്റെ ഉജ്ജ്വലമായ ഒരു നേതൃത്വം, അതാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ആധ്യാത്മിക രംഗത്ത് എന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ ചിന്തകളും ഭൗതികമായ ഇടപെടലുകളും നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങളിലും വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിലൊക്കെ അച്ഛൻ നടത്തിയിട്ടുള്ള വലിയൊരു ദാർശനികത, അതിൻ്റെ ഏറ്റവും ഉദാത്തമായൊരു മാതൃക കാണാൻ കഴിഞ്ഞത് എറണാകുളത്തേക്ക് സ്ഥലം മാറിപ്പോയ സമയത്ത് കോട്ടയത്ത് വെച്ച് നടത്തിയ പൗരാവലിയുടെ ഒരു സ്വീകരണയോഗം. അതിലെനിക്ക് പങ്കെടുക്കാനായിട്ട് പറ്റി. കോട്ടയത്ത് പൗരാവലി ഇത്തരത്തിൽ ദർശന അക്കാദമിയുടെ ചെയർമാനായിരുന്ന അല്ലെങ്കിൽ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്ന ഒരച്ഛൻ എറണാകുളത്തേക്ക് പോകുമ്പോൾ ഇത്രയും വലിയ രീതിയിൽ ഒരു യാത്രയയപ്പ് നൽകിയ ഒരു സന്ദർഭം ഞാൻ ഇന്നലെ എന്നതുപോലെയാണ് നോക്കുന്നത്.
അപ്പോൾ എത്രത്തോളം ജനഹൃദയങ്ങളിൽ സ്ഥാനം എടുക്കാനായിട്ട് കഴിഞ്ഞു. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യതയോടെ പാലിക്കപ്പെടാനും 100% ആത്മാർത്ഥത അതിൽ തെളിഞ്ഞു നിർത്താനും കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുജനങ്ങളിലും സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് വളർന്നു വരുന്ന പുത്തൻ ചിന്താഗതി ഉണർത്തുന്നവരിലും ദർശനയിൽ തന്നെ മാറ്റം വരുത്താനായിട്ട് അച്ഛന് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഈ ഘട്ടത്തിലെല്ലാം പൗരോഹിത്യ ജൂബിലിയുടെ രജത ജൂബിലി ഘട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാവിയിലേക്കുള്ള അച്ഛൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള നേട്ടങ്ങളും നാടിൻ്റെ നന്മയും ഇനി ലക്ഷ്യം വെച്ച് പോകാൻ ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാവിധമായ ആശംസകൾ നേരട്ടെ. നന്ദി. റവറന്റ് ഫാദർ തോമസ് പുതുശ്ശേരി അച്ഛൻ കോട്ടയം ജനതയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ള അദ്ദേഹത്തെ ജനങ്ങൾ കാണുന്നത്. സാമൂഹ്യ രംഗങ്ങളിൽ, സാംസ്കാരിക രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു വഴി തന്നെ ഇവിടെ വെട്ടിത്തുറന്നിട്ടുണ്ട്. ദർശന അക്കാദമിയിലാണ് അദ്ദേഹം ഏറ്റവും അവസാനമായി ഇവിടെ സേവനമനുഷ്ഠിച്ചത്. ദർശന അക്കാദമി ഇന്നത്തെ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയും ആ അക്കാദമിയിൽ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ആശ്വാസം നൽകത്തക്ക വിധത്തിലുള്ള എല്ലാ കർമ്മപരിപാടികളും ആവിഷ്കരിക്കുകയും ചെയ്ത അച്ഛന്റെ പ്രവർത്തനത്തെ ഞാൻ ഒരിക്കൽ കൂടി ശ്ലാഘിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് ആ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഞാനും അതിന് നേർസാക്ഷിയായി. ദർശന അക്കാദമിയിൽ എത്തുന്നതിന് മുമ്പ് അച്ഛൻ ദർശന സാംസ്കാരിക കേന്ദ്രമാക്കി വളർത്തുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. കോട്ടയത്തെ വിവിധ തലങ്ങളിലുള്ള ആളുകൾക്ക് ഒരുമിച്ച് ചേരാൻ പറ്റുന്ന, കാലികമായ ഓരോ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയുന്ന, അങ്ങനെ ഒരു വലിയ കൂട്ടായ്മയുടെ കേന്ദ്രബിന്ദുവായി നിന്ന ദർശന അക്കാദമിയുടെ ഈ രൂപം അച്ഛന്റെ പ്രവർത്തനത്തിലൂടെയാണ് തുടക്കമിട്ടത് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. അച്ഛൻ ബഹുജന സമൂഹവുമായി നല്ല ബന്ധത്തിൽ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ജൂബിലി ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും തരുന്നു. ഭാവനാസമ്പന്നനായ, പരിചയസമ്പന്നനായ, ദീർഘവീക്ഷണമുള്ള, പരിശ്രമശീലമുള്ള നമ്മളുടെ പ്രിയപ്പെട്ട അച്ഛന് എല്ലാ വിധത്തിലുമുള്ള ഭാവുകങ്ങളും തരുന്നു. ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന തോമസ് പുതുശ്ശേരി അച്ഛൻ്റെ പൗരോഹിത്യ രജത ജൂബിലിയാണ്. വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. അച്ഛനുമായിട്ടുള്ള എൻ്റെ പരിചയം കോട്ടയത്തെ ദർശന അക്കാദമിയിൽ തുടങ്ങിയതാണ്. വളരെ സ്തുത്യർഹമായ രീതിയിൽ, മഹനീയമായ രീതിയിൽ ആ സ്ഥാപനത്തെ അദ്ദേഹം നയിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അവിടെയുള്ള എല്ലാ പരിപാടികളും എന്നെ വിളിക്കുകയും ഞാൻ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം എറണാകുളത്തേക്ക് പോയപ്പോഴും എന്നെ മറന്നില്ല. അവിടെ ചാവറ കൾച്ചറൽ സെന്ററിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുമ്പോഴും എത്രയോ വലിയ വലിയ പരിപാടികളാണ് നടത്തിയത്. സാംസ്കാരിക നായകന്മാര്, രാഷ്ട്രീയ നേതാക്കൾ എന്ന് വേണ്ട സമൂഹത്തിലെ എല്ലാക്കിടയിലുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ച് അദ്ദേഹം പല പരിപാടികൾ നടത്തി. എന്നെയും എൻ്റെ മക്കൾ ബോബിയെയും സഞ്ജയെയും ഒക്കെ അദ്ദേഹം ഒരു പരിപാടിയിൽ ആദരിക്കുകയുണ്ടായി. ഇത് സന്തോഷമുള്ള കാര്യമാണ്. ദർശന അക്കാദമിയും ചാവറ കൾച്ചറൽ സെന്ററും അതിൻ്റെ ആരംഭകാലം മുതലുള്ള ആ തുടക്കക്കാരെന്നുള്ള നിലയിൽ തോമസ് പുതുശ്ശേരി അച്ഛൻ വളരെയധികം അഭിമാനിക്കാവുന്നതാണ്. ഞങ്ങൾക്കും അഭിമാനമുണ്ട്. ഇന്നും അദ്ദേഹത്തോടുള്ള സ്നേഹവും കടപ്പാടും ഞാൻ എൻ്റെ മനസ്സിലുണ്ട്. ഈ ആഘോഷവേളയിൽ, അദ്ദേഹത്തിൻ്റെ ഈ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷവേളയിൽ ഞാൻ എല്ലാ ഭാവങ്ങളും അച്ഛൻ നൽകുന്നു. അച്ഛൻ എവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ പ്രവർത്തന മേഖലകളെല്ലാം വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ദൈവാനുഗ്രഹം ഉണ്ടായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ. സന്തോഷം.